أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 155 ആയത്താണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്, അല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷെ നിങ്ങളത് ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം. ഈ ആയത്തിൻ്റെ തഫ്സീർ കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തുറന്നുകൊണ്ട് സയ്യിദുനാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ആയത്തിൻ്റെ 4ാമത്തെ അർത്ഥം ഇതാണ്: സാധാരണക്കാർക്ക് മരണശേഷം ഒരു നീണ്ട കാലയളവ് ബർസഖ് എന്ന മധ്യവർത്തി ഘട്ടത്തിൽ കഴിയേണ്ടി വരുമ്പോൾ ഷഹീദിന് മരണപ്പെട്ട ഉടൻ തന്നെ ഉന്നതമായ ഒരു ജീവിതം ലഭിക്കുന്നു. ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒരു ഷഹീദ് 3 ദിവസത്തിനുള്ളിൽ തന്നെ ആത്മീയമായി പുനർജീവിക്കപ്പെടുകയും മറ്റൊരാൾക്ക് ദീർഘകാലം കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ആത്മീയ പൂർണ്ണത കൈവരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇവർ മരിച്ചതിലൂടെ ആത്മാവിന് ആത്മീയ പൂർണ്ണത ലഭിക്കുന്ന ആ ഉന്നത ജീവിതം ഉടനടി പ്രാപിച്ചു കഴിഞ്ഞു. അല്ലാത്ത പക്ഷം മരണാനന്തരമുള്ള പൊതുവായ ജീവിതത്തിൽ എല്ലാവരും പങ്കാളികളാണ്. അബൂജഹലിന് പോലും അത്തരം ഒരു ജീവിതം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലെങ്കിൽ അയാൾ എങ്ങനെ നരകശിക്ഷ അനുഭവിക്കും? അതിനാൽ മരണശേഷമുള്ള ജീവിതം വിശ്വാസിക്കും അവിശ്വാസിക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഷഹീദ് അള്ളാഹുവിന് വേണ്ടി തൻ്റെ ജീവൻ ബലി നൽകിയതിനാൽ മരണപ്പെട്ട ഉടൻ തന്നെ അവർക്ക് സവിശേഷവും ഉന്നതവുമായ ഒരു ജീവിതം, ആത്മീയ പദവി നൽകപ്പെടുന്നു. ഈ ആയത്തിൽ രക്തസാക്ഷിയെ ഷഹീദിനെ ജീവിക്കുന്നവനായി കണക്കാക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകുന്നതിനിടയിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടായേക്കാവുന്ന ഏക ആശങ്ക, ഞാൻ മരിച്ചുപോയാൽ പിന്നീട് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളിൽ നിന്ന് ഞാൻ അർഹത നഷ്ടപ്പെടുന്നവനാവുമോ, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കുകയില്ലല്ലോ എന്നാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് 40 വയസ്സുണ്ടെന്ന് കരുതുക. അയാൾ ഒരു 60 വയസ്സുവരെ ജീവിച്ചിരുന്നെങ്കിൽ ആ കാലയളവിൽ ഇനിയും ഒട്ടേറെ നന്മകൾ ചെയ്യാമായിരുന്നു. പരലോകത്തെ ലക്ഷ്യം വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ചിന്തകളൊന്നും തടസ്സമാവില്ലെങ്കിലും ഇത്രയും കാലത്തെ നമസ്കാരം, നോമ്പ്, ജിഹാദ്, തബ്ലീഗ് എന്നിവയിൽ നിന്നുള്ള പുണ്യം തനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്ത അയാളെ പിന്നോട്ട് വലിച്ചേക്കാം. ഈ സംശയത്തിൻ്റെ പ്രസക്തി അള്ളാഹു അംഗീകരിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, ലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ മരിച്ചവർ എന്ന് പറയരുത്, അവർ ജീവിക്കുന്നവരാണ്. അതായത്, ഒരു ഷഹീദിൻ്റെ കർമ്മങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അയാൾ ജീവിക്കുന്നവനാണ്. അയാളുടെ കർമ്മഫലങ്ങൾ എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിനായി അയാൾ ജീവൻ നൽകിയപ്പോൾ അയാളുടെ പുണ്യങ്ങൾ അവസാനിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചില്ല. നിങ്ങൾ ഓരോ ദിവസവും നമസ്കരിക്കുകയും അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ഷഹീദ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. നിങ്ങൾ ഓരോ റമദാനിലും നോമ്പ് നോൽക്കുകയും പുണ്യം നേടുകയും ചെയ്യുമ്പോൾ ഷഹീദിന് ആ പുണ്യം ലഭിക്കാതിരിക്കുന്നില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ ആ പ്രതിഫലം ഷഹീദിനും ലഭിക്കുന്നു. ചുരുക്കത്തിൽ, നിങ്ങൾ നേടുന്ന എല്ലാ ബർക്കത്തുകളും അവരും നേടുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവരും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അള്ളാഹു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രത്തെ വളരെ മനോഹരമായി വിവരിച്ചിരിക്കുകയാണ്. രക്തസാക്ഷിത്വം വരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. നോക്കൂ, ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ യസീദിൻ്റെ സൈന്യം കൊലപ്പെടുത്തിയ ദിവസം ഈ കഥ ഇവിടെ അവസാനിച്ചു എന്ന് അവർ എത്ര സന്തോഷത്തോടെയാകും കരുതിയിട്ടുണ്ടാവുക. എന്നാൽ ആ കഥ അവസാനിച്ചോ? ഇന്നും ഇമാം ഹുസൈൻ ജീവിക്കുന്നു എന്ന് ലോകം കാണുന്നു.
എന്നാൽ യസീദ് അന്നും ഇന്നും മരിച്ചവനായി നിന്ദ്യനായി കണക്കാക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ബലിയർപ്പിക്കപ്പെടുമ്പോൾ അയാളുടെ രക്തം വെറുതെയാകില്ല. പകരം അള്ളാഹു ഒരു ജനതയെ തന്നെ ഉയർത്തിക്കൊണ്ടുവരും. ഒരാളുടെ സ്ഥാനത്ത് 10 പേർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് മരിച്ചവനാകുന്നത്? അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരും രക്തസാക്ഷികളും ഒരിക്കലും മരിക്കില്ല. ഹസ്രത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ ക്രൂശിലേറ്റി. എന്നാൽ അദ്ദേഹം കുരിശിൽ നിന്ന് ജീവനോടെയാണ് ഇറക്കപ്പെട്ടത്. ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലർ അദ്ദേഹത്തെ മരിച്ചു എന്ന് കരുതിയെന്നാണ്. എന്നാൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചവരുടെ അവസ്ഥ എന്തായി? ആ ക്രൂരതയ്ക്ക് ശിക്ഷയായി 1900 വർഷങ്ങൾക്ക് ശേഷവും ജൂതന്മാർ ആത്മീയമായി കുരിശിലേറ്റപ്പെട്ട നിലയിലാണ്. സാധാരണയായി 50-60 വർഷം കഴിയുമ്പോൾ ആളുകൾ തങ്ങളുടെ മുത്തശ്ശന്മാരുടെ പേര് പോലും മറന്നു പോകാറുണ്ട്. എന്നെ കാണാൻ വരുന്ന പലരോടും അവരുടെ മുത്തശ്ശൻ്റെ പേര് ചോദിച്ചാൽ അവർക്കറിയില്ല. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിന് ശേഷം 1900 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജൂതന്മാർ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ആഗ്രഹിച്ച മക്കയിലെ ആ പ്രമുഖർക്ക് ഇന്ന് ലോകത്ത് പേരെടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉഹദ് യുദ്ധഭൂമിയിൽ വെച്ച് അബൂ സുഫിയാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മറുപടി ലഭിക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളഞ്ഞു. വീണ്ടും അവർ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ ഉണ്ടോ? അപ്പോഴും മറുപടി ഇല്ലാതിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അബൂബക്കറിനെയും കൊന്നുകളഞ്ഞു. പിന്നെ അവർ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉമർ ഉണ്ടോ? മറുപടി ലഭിക്കാത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഉമറിനെയും കൊന്നുകളഞ്ഞു. എന്നാൽ ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലും ചെന്ന് ആ ശബ്ദമുയർത്തിയവൻ്റെ കൂട്ടാളിയായ അബൂജഹലിനെ വിളിച്ചു നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂജഹൽ ഉണ്ടോ എന്ന്. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമത്തിൽ കോടിക്കണക്കിന് സ്വരങ്ങൾ ഉയരുന്നത് നിങ്ങൾക്ക് കാണാം. അതെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെയുണ്ട്, അദ്ദേഹത്തെ പ്രതിനിധീകരിക്കാനുള്ള ബഹുമതി ഞങ്ങൾക്കുണ്ട് എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയും. എന്നാൽ അബൂജഹലിനെ വിളിച്ചാൽ ഒരിടത്തു നിന്നും ഒരു മറുപടിയും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അബൂജഹലിൻ്റെ പിൻഗാമികൾ ഇന്നും ലോകത്തുണ്ടാകാം. പക്ഷേ ഞാൻ അബൂജഹലിൻ്റെ സന്തതിയാണ് എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഒരു പക്ഷേ ഉത്ബയുടെയും ഷൈബയുടെയും മക്കൾ ഇന്നും കാണുമായിരിക്കും. പക്ഷേ ആരെങ്കിലും ഞാൻ ഉത്ബയുടെയും ഷൈബയുടെയും മകനാണ് എന്ന് വെളിപ്പെടുത്താറുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ ഒരിക്കലും മരിക്കുന്നില്ല. അവർ അന്ത്യനാൾ വരെ ജീവിക്കുന്നു. വരും തലമുറകൾ അവരുടെ പേര് പറഞ്ഞ് അവർക്കായി പ്രാർത്ഥിക്കുകയും അവരുടെ ഗുണങ്ങൾ സ്മരിക്കുകയും അവരുടെ പാത പിന്തുടരുകയും ചെയ്യുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ്. ബാക്കി പിന്നീട് കേൾപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.